എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രവചന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടിവെഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് എന്നോട് സംസാരിച്ച പ്രവചന ശബ്ദം: ലോക രാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ തകരും. ലോക രാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ തകരും. ഒത്തിരി ജനങ്ങൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന വലിയ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്: ജലബോംബ് എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഇങ്ങനെ, ഇടപെടുന്ന ഇങ്ങനെയാണ്: ലോകരാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ പൊട്ടും. ലോകരാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ തകരും. നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ മരണപ്പെടുന്ന ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകും. ദൈവജനം പ്രാർത്ഥിക്കുക, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വൻ ദുരന്തത്തിൻ്റെ കാഠിന്യം കുറയട്ടെ. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുക. ലോകരാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ പൊട്ടും. ഇത് ഇന്ത്യയിലും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിനു വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തെ ദൈവം സംരക്ഷിക്കട്ടെ. കർത്താവിൻ്റെ കരുണയും കാവലും നമ്മുടെ ഭാരതത്തോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകരാജ്യങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ചൈനയിൽ കനത്ത നാശം വിതച്ച് മെയ്സാക് ചുഴലിക്കാറ്റും പ്രളയവും. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 39 പേർക്ക് ജീവൻ നഷ്ടമായി. ഡാം തകർന്നതിനെ തുടർന്ന് ജനവാസ മേഖലകൾ വെള്ളത്തിനടിയിലായി. തെക്കൻ ചൈനയിൽ പാമ്പ് ഫാം തകർന്നതിനെ തുടർന്ന് നിരവധി വിഷപ്പാമ്പുകൾ നഗരത്തിലേക്ക് ഒഴുകിയെത്തി. ദക്ഷിണ ചൈനയെ പ്രളയത്തിൽ മുക്കി മെയ്സാക് ചുഴലിക്കാറ്റ്. ശനിയാഴ്ച മുതൽ തുടങ്ങിയ ശക്തമായ മഴയിൽ മേഖലയിലെ ജലാശയങ്ങളെല്ലാം കവിഞ്ഞൊഴുകുകയാണ്. ഡാമിന്റെ റിസർവോയർ ഭാഗികമായി തകർന്ന ഹെങ്ഷ്വയിലാണ് ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. ഡാം തകർന്നതോടെ ജനവാസ മേഖലകളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. ഗുവാങ്സി പ്രദേശത്ത് 9 പേരെ കാണാതായിട്ടുണ്ടെന്നാണ് വിവരം. ആയിരക്കണക്കിന് ആളുകളാണ് വീടുകളിലും കെട്ടിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നത്. ഗുയിഗാങ് നഗരത്തിലെ സ്കൂളുകളിൽ കുടുങ്ങിപ്പോയ 10,000-ലധികം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സൈന്യം സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ദുരന്തബാധിതർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ ഡ്രോണുകളും ബോട്ടുകളും രംഗത്തുണ്ട്. ഇതുവരെ 1,30,000-ലധികം ആളുകളെയാണ് പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രവചന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടിവെഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് എന്നോട് സംസാരിച്ച പ്രവചന ശബ്ദം: ലോക രാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ തകരും. ലോക രാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ തകരും. ഒത്തിരി ജനങ്ങൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന വലിയ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്: ജലബോംബ് എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഇങ്ങനെ, ഇടപെടുന്ന ഇങ്ങനെയാണ്: ലോകരാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ പൊട്ടും. ലോകരാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ തകരും. നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ മരണപ്പെടുന്ന ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകും. ദൈവജനം പ്രാർത്ഥിക്കുക, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വൻ ദുരന്തത്തിൻ്റെ കാഠിന്യം കുറയട്ടെ. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുക. ലോകരാജ്യങ്ങളിൽ 5 അണക്കെട്ടുകൾ പൊട്ടും. ഇത് ഇന്ത്യയിലും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിനു വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തെ ദൈവം സംരക്ഷിക്കട്ടെ. കർത്താവിൻ്റെ കരുണയും കാവലും നമ്മുടെ ഭാരതത്തോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകരാജ്യങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രൈസ് ദി ലോർഡ്. എല്ലാ രണ്ടാം ശനിയാഴ്ചയും കുമ്പനാട് പൊടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് ക്രമീകരിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വ്യക്തിപരമായ ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരും ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് കടന്നു വരാം. കുമ്പനാട് പൊടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാ രണ്ടാം ശനിയാഴ്ചയും മീറ്റിംഗ് ക്രമീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.